അരുൺ സോളമനും പ്രവീൺ പുരുഷോത്തമനും നമുക്കൊപ്പമുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, സന്ധ്യയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോഴാണ്? കായംകുളത്ത് നിന്ന് ഭർത്താവ് എത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. സുജയ, സംസ്കാര ചടങ്ങുകളുടെ കാര്യം കുടുംബാംഗങ്ങളൊക്കെ തീരുമാനിക്കുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ശാസ്താംകോട്ട കായലിൻ്റെ തീരത്താണ്. നമുക്ക് ദൃശ്യത്തിൽ കാണാം, എൻ്റെ തൊട്ടടുത്ത് ഈ കാണുന്നതാണ് ശാസ്താംകോട്ട കായൽ. ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെ അകലെ അകലെ ആയി വീടുകൾ ഉണ്ട്. ഇപ്പോൾ മരിച്ച സന്ധ്യ താമസിച്ചിരുന്ന വാടക വീട് കൂടി ഞാൻ കാണിച്ചു തരാം. ആ ദൂരത്ത് കാണുന്ന ആ വീട്ടിലായിരുന്നു സന്ധ്യ താമസിച്ചിരുന്നത്. ഇപ്പോൾ ആ സന്ധ്യയുടെ വീട്ടിൽ അമ്മയുണ്ട്. പക്ഷേ അമ്മ ഈ ഒരു മരണവിവരം അറിഞ്ഞിട്ടില്ല. സന്ധ്യയ്ക്ക് ഒരു അപകടം പറ്റിയെന്ന് മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. നമ്മൾ ഇവിടെയുള്ള അയൽവാസികളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ഈ കായൽ കൊണ്ട് ഇവർക്ക് ആകെ ഒരു ഗുണമുള്ളത് മത്സ്യബന്ധനം മാത്രമാണ്. ഈ വെള്ളം ഒന്നിനും മറ്റൊന്നിനും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്നുള്ളത്. തൊട്ടരികിൽ തന്നെ വെള്ളമുണ്ട്, ചുറ്റിലും വെള്ളമുണ്ട്. പക്ഷേ അവർക്ക് അത് കുടിക്കാനോ തുണി അലക്കാനോ പോലും കഴിയുന്നില്ല. അയൽപ്പക്കത്തുള്ളൊരു ചേച്ചി പറഞ്ഞത്, സന്ധ്യ കഴിഞ്ഞ 8 ദിവസമായി തുണി അലക്കുന്നതിനായി വെള്ളം, അങ്ങനെ ഒരു ആശങ്ക സന്ധ്യയ്ക്കുണ്ടായിരുന്നു. അവർ പറഞ്ഞത്, ആ കാണുന്ന വാടക വീടിൻ്റെ പുറകുവശത്ത് തുണികൾ കെട്ടിക്കിടക്കുകയാണ്. അത് അലക്കാൻ ഒരു മാർഗവുമില്ലായിരുന്നു. അതിനുവേണ്ടി കൂടിയാണ് സന്ധ്യ ഇന്ന് വെള്ളം എടുക്കാൻ പോയത് എന്ന് ഈ അയൽവാസികളെല്ലാവരും പറയുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഭാഗത്തുള്ള ഈ ദ്വീപിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കുടിവെള്ളം അല്ലെങ്കിൽ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവ് അത് തന്നെയാണ് ഏറ്റവും അവരെ വിഷമത്തിലാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ മരണം നടന്നു കഴിഞ്ഞിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് കുടിവെള്ളം ശേഖരിക്കാൻ പോകേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. ഈ സന്ധ്യയുടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിൻ്റെ മറുവശത്ത് നമുക്ക് ആ വീട് കൂടി കാണിച്ചു തരാം. ഇതാണ് സന്ധ്യയുടെ കുടുംബ വീട്. പക്ഷേ ആ വീട് വാസയോഗ്യമല്ല. നമുക്ക് കാണാം, ആസ്ബസ്റ്റോസ് ഷീറ്റൊക്കെ ഇട്ടത് പഴയ ഒരു വീടാണ്. ഇപ്പോൾ അത് താമസയോഗ്യമല്ല. അതുകൊണ്ടാണ് മീറ്ററുകൾ മാത്രം ദൂരെ ആ കാണുന്ന വാടക വീട്ടിലേക്ക് സന്ധ്യ താമസം മാറിയത്. അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കൂടിയായിരുന്നു സന്ധ്യ. വല വയ്ക്കാൻ പോയപ്പോഴാണ് എന്ന് ഭർത്താവ് പറയുന്നുണ്ട്. വല വീശാനും വെള്ളമെടുക്കാനും ഒക്കെ പുറത്തിറങ്ങി അധ്വാനിക്കുന്ന ഒരു സ്ത്രീയെ 40-ാമത്തെ വയസ്സിൽ അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വെള്ളമെടുക്കുന്നതിന് ഇടയിലാണ്. കുടിവെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് സാഹസികമായി വീണ്ടും അതേ വഴിയിലൂടെ പോകേണ്ടി വന്നത്. നമുക്ക് അരുൺ സോളമനിലേക്ക് കൂടി പോകാം. അരുൺ